ഫുട്ബോൾ ലോകം ഏറെ ആവേശത്തോടെ കാത്തിരുന്ന ക്ലബ് ലോകകപ്പിലെ രണ്ടാം സെമിഫൈനലിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തറപ്പറ്റിച്ച് PSG ഫൈനലിൽ സ്ഥാനം പിടിച്ചു. ഫാബിയൻ റൂയിസ് PSG-ക്കായി 2 ഗോളുകൾ നേടിയപ്പോൾ ഡെംബലയും ഗോൺസാലോ റാമോസുമാണ് മറ്റ് 2 ഗോളുകൾ സ്കോർ ചെയ്തത്. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ഈ സീസണിൽ 5ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ ഫ്രഞ്ച് ലീഗ് 1, ഫ്രഞ്ച് കപ്പ്, ഫ്രഞ്ച് സൂപ്പർ കപ്പ് എന്നിവയും PSG നേടിയിരുന്നു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ചെൽസിയാണ് PSG-യുടെ എതിരാളികൾ. ഇന്ന് മത്സരത്തിൻ്റെ തുടക്കം മുതൽ PSG-യുടെ അതിവേഗ ഗെയിമിന് മുമ്പിൽ റയൽ പതറിയിരുന്നു. 6ാം മിനിറ്റിൽ തന്നെ റൂയിസ് PSG-ക്ക് ലീഡ് നേടിക്കൊടുത്തു. റയൽ പ്രതിരോധ താരം റൗൾ അസൻസിയോയുടെ പിഴവിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത്. 3 മിനിറ്റിന് ശേഷം മറ്റൊരു ഡിഫൻഡർ റൂഡിഗറുടെ പിഴവിൽ നിന്നും മാഡ്രിഡ് 2ാം ഗോളും വഴങ്ങി. ഇത്തവണ ഡെംബലെയാണ് സ്കോർ ചെയ്തത്. 25ാം മിനിറ്റിൽ റൂയിസിൻ്റെ 2ാം ഗോളോടെ PSG 3ാമതും റയലിൻ്റെ വലകുലുക്കി. ഹക്കീമിയുടെ ബ്രില്യൻസ് ആയിരുന്നു ഈ ഗോളിന് പിന്നിൽ പ്രവർത്തിച്ചത്. 2ാം പകുതിയിൽ ഗോൾ മടക്കാനായി റയൽ പൊരുതിയെങ്കിലും PSG പ്രതിരോധത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 88ാം മിനിറ്റിൽ ഗോൺസാലോ റാമോസ് മികച്ചൊരു ഗോളിലൂടെ 4ാമതും റയൽ വലകുലുക്കി ഫൈനലിലേക്ക് ആധികാരികമായി ചുവടുവെച്ചു. ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിക്ക് ഫൈനലിൽ ഈ ഫോമിൽ കളിക്കുന്ന PSG-യെ ഭയക്കുക തന്നെ വേണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.